ഹലോ, ശ്രീ വി മുരളീധരൻ. നമസ്കാരം. നമസ്കാരം. ഇത് കേരള പൊളിറ്റിക്സ്, രാഷ്ട്രീയ കേരളം ഇന്റർനെറ്റ് ഓർക്കുഡ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. മിസ്റ്റർ മുരളീധരന്റെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി വിളിച്ചതാണ്. എങ്ങനെ പോകുന്നു പ്രചാരണം? കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ നല്ല രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഇടയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികളുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു കോഴിക്കോട് മണ്ഡലം. കഴിഞ്ഞ കാലയളവിൽ ദീർഘകാലം ജനതാദളും ദീർഘകാലം കോൺഗ്രസും ഇടയ്ക്ക് ഇമ്പിച്ചി ബാബയെ പോലെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കൈവശം വെച്ചിരുന്ന മണ്ഡലം. ബിജെപിക്ക് എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ? ബിജെപി ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം ക്രമമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ചുരുക്കം മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അതിൽ തന്നെ കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയാണ്. ഞങ്ങൾക്കിപ്പോ ഈ മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് ബിജെപിക്ക് ഇവിടുത്തെ വോട്ടുകളിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രണ്ട് മുന്നണികളെയും സ്ഥിരം മാറി മാറി പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണെങ്കിലും ഈ മുന്നണികളെ പിന്തുണച്ചതിന്റെ ഫലമായിട്ട് കോഴിക്കോടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്ന കോഴിക്കോടിന്റെ ഇന്നത്തെ തകർച്ചയാണ്. അതിൽ നിന്ന് കോഴിക്കോടിനെ വീണ്ടും ഒരു പ്രമുഖമായിട്ടുള്ള വാണിജ്യ വ്യാപാര കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തോട് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. ശ്രീ മുരളീധരൻ, കോഴിക്കോട് മണ്ഡലത്തിലെ മറ്റ് പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ടാണ് താങ്കൾ കാണുന്നത്? കോഴിക്കോടിനെ സംബന്ധിച്ചോളം കോഴിക്കോട് നാളികേര കർഷകരുടെ വലിയ ഒരു കേന്ദ്രമായിട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ അതനുസരിച്ചിട്ടുള്ള നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ നാളികേര കൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. മറ്റൊരു കാര്യം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിലാണ്. റോഡ്, റെയിൽ, എയർപോർട്ട്, ഈ മൂന്നും കോഴിക്കോട് വളരെ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളുള്ള നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. കോഴിക്കോടിന്റെ റെയിൽ ഗതാഗതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഷൊർണൂർ മാംഗ്ലൂർ പാത പൂർണ്ണമായിട്ടും ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരണം നടക്കാത്ത സ്ഥലമാണ്. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോഴും ഈ അഡീഷണൽ പ്ലാറ്റ്ഫോം, അതായത് ഒരു തേർഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ആ പ്ലാറ്റ്ഫോമിന്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ കോഴിക്കോട് മാത്രമാണുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് കോഴിക്കോട്ടെ മറ്റു പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ വി മുരളീധരന് കോഴിക്കോട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ കോഴിക്കോട് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട എന്ത് വാഗ്ദാനമാണ് താങ്കൾ നൽകാൻ പറ്റുന്നത്? ഞാൻ വോട്ടർമാരോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം, കോഴിക്കോടിന് ലോക ഭൂപടത്തിലുണ്ടായിരുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനം വീണ്ടെടുക്കുക, അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിനനുസൃതമായിട്ട് കോഴിക്കോടിന്റെ എല്ലാ മേഖലകളിലും വികസനം, ഉദാഹരണത്തിന് ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം, കോഴിക്കോട്ട് പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള ഈ മരം, ഓട്, നെയ്ത്ത് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ വികസനം, അതിനേക്കാളൊക്കെ പുറമെ ആധുനിക വ്യവസായങ്ങൾ കോഴിക്കോട് വളരെ കൂടുതൽ സാധ്യതയുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് കോഴിക്കോട്. അതനുസരിച്ചിട്ടുള്ള അവിടെയുള്ള വിദഗ്ധന്മാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക വ്യവസായങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്താൻ കോഴിക്കോട് സാധിക്കും. ഈ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ മുരളീധരൻ, കോഴിക്കോട് മണ്ഡലത്തിൽ NCP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, ഒപ്പം തന്നെ ജനതാദളിലും അവിടെ സ്ഥാനാർത്ഥിയില്ല. ഈ 2 പാർട്ടികൾക്കും നിർണായകമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് കോൺസ്റ്റിറ്റ്യുൻസി. എങ്ങനെ തോന്നുന്നു ജനതാദളിന്റെയും NCPയുടെയും നിലപാടുകൾ താങ്കൾക്ക് അനുകൂലമായി വരുമോ? ഈ 2 പാർട്ടികളും ഔദ്യോഗികമായിട്ട് അവരുടെ നിലപാടുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല.
പക്ഷേ കോഴിക്കോട് മണ്ഡലത്തിനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ ധാരാളം അടിയൊഴുക്കുകൾ നടക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ രണ്ട് പാർട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, CPM-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ധാരാളം അസംതൃപ്തി അതത് പാർട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയില് മാർക്സിസ്റ്റ് ഏകോപന സമിതി, ഇടതുപക്ഷ ഏകോപന സമിതി എന്നുള്ള പേരിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയും CPM-ന്റെ ധാരാളം വോട്ടുകൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. UDF-ന്റെ വോട്ടുകളും ഇതേപോലെ ഈ വ്യാപാരി വ്യവസായി സമിതിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി UDF-ന്റെ വോട്ടുകളിൽ കുറെയൊക്കെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മണ്ഡലത്തിൽ പുറമെ കാണാത്ത രീതിയിലുള്ള ധാരാളം അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ആ അടിയൊഴുക്കുകളുടെയൊക്കെ ഗുണഭോക്താവ് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. താങ്കളുടെ പ്രചാരണത്തിന് BJP-യുടെ ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമോ? ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷെ ദേശീയ നേതാക്കന്മാർ കോഴിക്കോട് എന്തായാലും എത്തുന്നുണ്ടാവും. അത് തീയതികൾ തീരുമാനമാവാൻ ഉണ്ട്. ശ്രീ മുരളീധരൻ, ഞങ്ങള് കേരള പൊളിറ്റിക്സ്, രാഷ്ട്രീയ കേരളം ഇന്റർനെറ്റ് ഓർക്കുഡ് കമ്മ്യൂണിറ്റിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യങ് പ്രൊഫഷണൽസിന് തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ആരോഗ്യകരമായ ചർച്ചകളിൽ ഏർപ്പെടാനുമുള്ള ഒരു ചർച്ചാവേദിയാണ് ഈ കമ്മ്യൂണിറ്റി. ഞങ്ങളുടെ അതിഥിയായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സമയം അനുവദിച്ചു തന്നതിൽ ഒരുപാട് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ശ്രീ മുരളീധരന് എല്ലാവിധ വിജയാശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നൽകുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. താങ്ക് യു മിസ്റ്റർ മുരളീധരൻ.